ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് വിലക്കയറ്റ പ്രതിഷേധം ഉള്ളിയില്ലാത്ത ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഏകദേശം 2 കിലോ ചിക്കൻ, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും, ഉപ്പ് പാകത്തിന്, കുറച്ച് ചെറുനാരങ്ങ നീര്, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് ബിരിയാണി മസാല. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. കുറച്ച് തൈര് കൂടി ചേർക്കണം, ഞാൻ മറന്നുപോയി. ഓക്കെ, 1 ടേബിൾ സ്പൂണ് തൈര് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഈ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നത് സവാളയല്ല, ഇത് വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നതാണ്. സസ്പെൻസിൽ ഇരിക്കട്ടെ. വീഡിയോ മുഴുവനായും കാണൂ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ഫ്രൈ ചെയ്യുന്നത് എന്നുള്ളത്. അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിയുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി മസാല ഉണ്ടാക്കാം. അപ്പോൾ ചിക്കന് അപ്പുറത്തേക്ക് മാറ്റി വെക്കാം. കുറച്ച് ചിക്കൻ പൊരിക്കുന്ന ഓയിൽ ഒഴിക്കുക. ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, തക്കോലം, കുരുമുളക് എന്നിവ ഇടുക. പച്ചമുളക്, കറിവേപ്പില ഇടുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഇടുക. തക്കാളി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിന്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ ഇട്ട് കൊടുക്കാം. ബാക്കി ഫ്രൈ ചെയ്യാനുണ്ടാവും. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് ബിരിയാണി മസാല, 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. അടുത്ത ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാം. മസാല ഇനി വേവിക്കേണ്ട ആവശ്യമില്ല, മസാല വേവായിട്ടുണ്ട്. ബാക്കിയുള്ള ചിക്കനും റെഡി ആയിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. 1 കപ്പ് തൈര് എടുത്തിരുന്നത്, അതിൽ 1 ടേബിൾ സ്പൂൺ മുന്നേ ഇട്ടിട്ടുണ്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ബാക്കിയുള്ളത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നേരത്തെ പറഞ്ഞ ആ സീക്രട്ട് ഫ്രൈ ചെയ്ത് ചേർത്തിട്ടുണ്ട്. ആ സീക്രട്ട് ഏതാനും നിമിഷങ്ങൾക്കും പുറത്ത് വരുന്നതാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്, അരി വേവിക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ചോറ് നല്ലൊരു കളർഫുള്ള് ചോറാക്കി മാറ്റണം. ഏകദേശം അരി ഹാഫ് വേവായിട്ടുണ്ട്. ഹാഫ് വേവുള്ള അരി നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചിക്കൻ്റെ കുറച്ച് നീരുണ്ടല്ലോ, അതിൽ ചോറ് വേവ് കൂടുതലായി പോകും. ഇനി നേരത്തെ പറഞ്ഞ സീക്രട്ട് ഫ്രൈ ചെയ്തത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, അതാ പൊളിഞ്ഞ സീക്രട്ട്, ഉരുളങ്കിഴങ്ങ് ചുരണ്ടിയിട്ട് ഫ്രൈ ചെയ്തത്, സവാളക്ക് പകരം ഉരുളങ്കിഴങ്ങ്. ചോറ് മുഴുവനായിട്ടും വന്നിട്ടുണ്ട്. ഇനി
ചോറ് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് എന്ത് കളർഫുള്ളായ ബിരിയാണി. ഉള്ളി ചേർക്കാത്ത, ഉള്ളിക്ക് പകരം ഉരുളൻകിഴങ്ങ് ചേർത്ത അടിപൊളി ചിക്കൻ ബിരിയാണി. കുറച്ച് ചിക്കനും ഉരുളൻകിഴങ്ങും പൊരിച്ച ഓയിൽ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ബട്ടർ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും, ബട്ടർ ഫ്ലേവർ. അതുപോലെ കുറച്ച് റോസ് വാട്ടറും. കിച്ചൺ റോൾ ഉപയോഗിച്ച് എയർ ടൈറ്റ് ചെയ്ത് നമുക്ക് ദമ്മ് ചെയ്യാം. ഒരു 10 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നല്ല ആവി വരുന്ന സമയത്ത് തീ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി തയ്യാറായിരിക്കുന്നു. ഇനി കഴിച്ചു നോക്കാം. നല്ല ഉഷാറ് ചിക്കൻ ബിരിയാണി. ഇതുപോലെ ഉള്ളിയില്ലാതെ നിങ്ങളും ബിരിയാണി ഉണ്ടാക്കി നോക്കൂ. ബിരിയാണി ഏതായാലും സൂപ്പറാട്ടോ.